എല്ലാവർക്കും നമസ്കാരം. റിട്ടേൺസിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020 എന്ന വിഷയമാണ്. ആൻറ്റിവൈറസിലേക്ക് വന്ന കുറേയധികം മെയിലുകളുടെയും കമൻറ്റുകളുടെയും പ്രതികരണം എന്ന നിലയിൽ കൂടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഇന്ത്യയിലെ വിദ്യാഭ്യാസ രംഗം പരിശോധിച്ചാൽ പ്രാചീന ഭാരതത്തിൽ ഗുരുകുല സമ്പ്രദായം ആയിരുന്നു എന്ന് നമുക്കറിയാം. അത് കഴിഞ്ഞ് ബ്രിട്ടീഷുകാർ ഇന്ത്യയിലെത്തിയപ്പോൾ ബ്രിട്ടീഷ് എഡ്യൂക്കേഷൻ സിസ്റ്റം ഇവിടെ നടപ്പാക്കി. ഇന്ത്യ സ്വതന്ത്രയായപ്പോൾ ഇന്ത്യയുടേതായ വിദ്യാഭ്യാസ പരിഷ്കാരങ്ങൾ ഇവിടെ നടപ്പാക്കേണ്ടി വന്നു. ആ സമയത്ത് കുറേയധികം വിദ്യാഭ്യാസ കമ്മീഷൻസും പോളിസീസും ഒക്കെ നടപ്പാക്കിയിട്ടുണ്ട്. അതിലാദ്യത്തേതാണ് 1948 അപ്പോയിൻ്റ് ചെയ്ത ഡോക്ടർ എസ് രാധാകൃഷ്ണൻ്റെ നേതൃത്വത്തിലുള്ള യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷൻ. കൂടുതലും യൂണിവേഴ്സിറ്റി തലത്തിൽ വരുത്തേണ്ട മാറ്റങ്ങളെക്കുറിച്ചായിരുന്നു ആ കമ്മീഷൻ പരാമർശിച്ചിട്ടുണ്ടായിരുന്നത്. അടുത്ത വിദ്യാഭ്യാസ കമ്മീഷൻ 1952-53 അപ്പോയിൻ്റ് ചെയ്യപ്പെട്ട മുതലിയാർ കമ്മീഷൻ അല്ലെങ്കിൽ സെക്കൻഡറി എഡ്യൂക്കേഷൻ കമ്മീഷനായിരുന്നു. സെക്കൻഡറി സ്കൂൾ തലത്തിൽ വരുത്തേണ്ട മാറ്റങ്ങളെ പരാമർശിച്ചുകൊണ്ടുള്ള കമ്മീഷൻ റിപ്പോർട്ടായിരുന്നു അത്. അത് കഴിഞ്ഞ് മൂന്നാമത്തെ കമ്മീഷൻ 1964-66 കാലഘട്ടത്തിൽ ഡോക്ടർ കോത്താരിയുടെ നേതൃത്വത്തിലുള്ള കമ്മീഷനായിരുന്നു. ആ കമ്മീഷൻ ഇന്ത്യയിലെ വിദ്യാഭ്യാസ രംഗത്ത് വരുത്തേണ്ട സമഗ്രമായ മാറ്റങ്ങളെക്കുറിച്ച് എല്ലാ തലത്തിലും, എലമെൻ്ററി എഡ്യൂക്കേഷൻ തുടങ്ങി ഹയർ എഡ്യൂക്കേഷൻ തലം വരെയുള്ള എല്ലാ തലത്തിലും വരുത്തേണ്ട മാറ്റങ്ങളെക്കുറിച്ചുള്ള പരാമർശങ്ങളായിരുന്നു അതിലുണ്ടായിരുന്നത്. ആ കമ്മീഷൻ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ദിരാഗാന്ധിയുടെ ഭരണകാലത്ത് 1968 നാഷണൽ പോളിസി ഓഫ് എഡ്യൂക്കേഷൻ നിലവിൽ വരുന്നത്. അടുത്ത നാഷണൽ പോളിസി വരുന്നത് രാജീവ് ഗാന്ധിയുടെ ഭരണകാലത്ത് 1986 ഇനി മൂന്നാമത്തെ ഇതിൻ്റെ ഒരു റിവിഷൻ, ഈ നാഷണൽ പോളിസി ഓഫ് എഡ്യൂക്കേഷൻ 1986 ഒരു റിവിഷനായിരുന്നു 1992 വന്ന പ്രോഗ്രാം ഓഫ് ആക്ഷൻ. അടുത്ത ഒരു മാറ്റം നമ്മുടെ വിദ്യാഭ്യാസ രംഗത്ത് വരുന്നത് 1993 ഡോക്ടർ യശ്പാൽ കമ്മിറ്റി റിപ്പോർട്ട്, ലേണിംഗ് വിത്തൗട്ട് ബേർഡൻ എന്നുള്ള റിപ്പോർട്ടായിരുന്നു. കുട്ടികളുടെ ബാഗിൻ്റെ ഭാരവും പഠനഭാരവും കുറയ്ക്കണമെന്നുള്ള നിർദ്ദേശങ്ങളടങ്ങിയ ഡോക്ടർ യശ്പാൽ കമ്മിറ്റി റിപ്പോർട്ട്. അത് കഴിഞ്ഞ് 2005 NCERT പ്രിപ്പയർ ചെയ്ത നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക് വന്നിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ മിക്കവാറും സംസ്ഥാന സർക്കാരുകളൊക്കെ തന്നെ അവരുടേതായ കരിക്കുലം ഫ്രെയിംവർക്ക് പ്രിപ്പയർ ചെയ്യുകയും 2007 കേരളത്തിൽ കേരള കരിക്കുലം ഫ്രെയിംവർക്ക് നിലവിൽ വന്നു. ആ കരിക്കുലം ഫ്രെയിംവർക്കിൽ ഉണ്ടായിരുന്ന നിർദ്ദേശങ്ങൾ കുറേയധികം നമ്മൾ നമ്മുടെ സ്കൂൾ പെഡഗോഗിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അടുത്ത ഒരു മാറ്റം എന്ന് പറയുന്നത് 2009 റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് ആയിരുന്നു. ഈ ആക്ട് അനുസരിച്ച് 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യ വിദ്യാഭ്യാസം അവരുടെ മൗലിക അവകാശമാണ് എന്നുള്ള ഒരു നിയമം നിലവിൽ വരുന്നു. അടുത്തത് ഇത്രയും മാറ്റങ്ങൾക്ക് ശേഷം പിന്നെ ഇപ്പോൾ 21-ാം നൂറ്റാണ്ടിൽ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020 നിലവിൽ വന്നു. 2019 മെയ് 31 ഡോക്ടർ കസ്തൂരി രംഗൻ, ISRO മുൻ ചെയർമാനായ ഡോക്ടർ കസ്തൂരി രംഗൻ്റെ നേതൃത്വത്തിലുള്ള കമ്മിറ്റി ഈ പോളിസിയുടെ ഡ്രാഫ്റ്റ് സബ്മിറ്റ് ചെയ്തു. ഏകദേശം 484 പേജസ് ഉണ്ടായിരുന്ന ഡ്രാഫ്റ്റ് റിപ്പോർട്ട് പബ്ലിക്കിന് സമർപ്പിക്കുകയായിരുന്നു. സംസ്ഥാനങ്ങളുടെയും പബ്ലിക്കിൻ്റെയും എല്ലാം സജഷൻസ്, 2 ലക്ഷത്തോളം സജഷൻസ് ഉൾക്കൊണ്ട് അത് പിന്നീട് അതിന് വേണ്ട മാറ്റങ്ങൾ വരുത്തി 65 പേജ് മാത്രമുള്ള ഒരു കൺസൈസ് ആയിട്ടുള്ള റിപ്പോർട്ടായിട്ട് ഇന്ത്യൻ ക്യാബിനറ്റ് അത് 2020 ജൂലൈ 29 അംഗീകരിച്ചു. അപ്പോൾ ഇപ്പോൾ ഇതൊരു വിഷൻ ഡോക്യുമെൻ്റ് മാത്രമാണ്. ഇത് നിയമമായി നിലവിൽ വന്നു കഴിയുമ്പോൾ മാത്രമേ ഇതെല്ലാം നമുക്ക് പ്രാബല്യത്തിൽ വരുത്താൻ കഴിയുകയുള്ളൂ. മിനിസ്ട്രി ഓഫ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്റ് എന്നുള്ള മിനിസ്ട്രി ഇപ്പോൾ പുനർനാമകരണം ചെയ്യും എന്നുള്ളതായിരുന്നു ആദ്യത്തെ നിർദ്ദേശം. അതിപ്പോൾ നടപ്പാക്കി കഴിഞ്ഞു. മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ എന്നാണ് നമ്മുടെ എഡ്യൂക്കേഷൻ മിനിസ്ട്രി അറിയപ്പെടുന്നത്. ഈ പോളിസി പ്രിപ്പയർ ചെയ്യുമ്പോൾ ഇതുവരെയുള്ള കമ്മീഷൻ റിപ്പോർട്ട്സും പോളിസീസും എല്ലാം പരിഗണിച്ചിട്ടുണ്ട്. അതോടൊപ്പം യുനെസ്കോയ്ക്ക് സമർപ്പിക്കപ്പെട്ട ഡെലോസ് റിപ്പോർട്ട് ഇതിനകത്ത് ലേണിംഗ് ദി ട്രഷർ വിത്തിൻ എന്നുള്ള റിപ്പോർട്ടും
പിന്നെ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസ്, അത് 17 ഗോൾസ് ഉണ്ട്. യുണൈറ്റഡ് നേഷൻസ് അംഗീകരിച്ച ഗ്ലോബൽ ഗോൾസ് ആണത്. അതിലെ 4ാമത്തെ ഗോളാണ് SDG4 ആണ് ക്വാളിറ്റി എഡ്യൂക്കേഷൻ. ആ റിപ്പോർട്ടും ഇതിനകത്ത് പരിഗണിച്ചിട്ടുണ്ട്. 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ആണ് 2009 റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് അനുസരിച്ച് ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ അത് 3 മുതൽ 18 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ എന്നുള്ള ഒരു നിർദ്ദേശമാണ് ഈ പോളിസി മുന്നോട്ട് വയ്ക്കുന്നത്. ഒരു രീതിയിൽ നോക്കിയാൽ അത് നല്ലൊരു നിർദ്ദേശമാണെങ്കിൽ പോലും ഇതിൻ്റെ സാമ്പത്തികമായിട്ട് ഇത് നടപ്പാക്കുന്ന സംസ്ഥാന ഗവൺമെൻറ്റുകൾക്കുള്ള ബാധ്യത, സാമ്പത്തികമായിട്ടുണ്ടാകുന്ന ബാധ്യത എങ്ങനെ നേരിടാൻ സാധിക്കും എന്നുള്ളതിന് ഇതിനകത്ത് യാതൊരു വിധത്തിലുള്ള നിർദ്ദേശങ്ങളും പോളിസിയിൽ കാണുന്നില്ല. അടുത്ത ഒരു നിർദ്ദേശം GDPയുടെ 6% എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് ചിലവാക്കണം എന്നുള്ള ഒരു നിർദ്ദേശമാണ്. ഏകദേശം 1968 മുതൽ നമ്മളുടെ എഡ്യൂക്കേഷൻ പോളിസിയിൽ പറയുന്ന ഒരു കാര്യമാണ്. നമുക്ക് ഇതുവരെ നടപ്പാക്കാൻ കഴിയാതിരിക്കുന്ന ഒരു കാര്യവുമാണ്. 4.4 to 4.6% ഓഫ് GDP മാത്രമാണ് ഇപ്പോഴും നമ്മൾ വിദ്യാഭ്യാസത്തിന് വേണ്ടി ചിലവാക്കിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ പ്രത്യേകമായ ഒരു കോവിഡ് സിറ്റുവേഷനിൽ നമുക്ക് എത്രത്തോളം ഈ 6% GDP വിദ്യാഭ്യാസത്തിന് വേണ്ടി ചിലവാക്കാൻ കഴിയുമെന്നുള്ള കാര്യത്തിൽ നമുക്കൊരു സംശയമുണ്ട്. നമ്മുടെ സ്കൂൾ പെഡഗോജിക്കൽ സ്ട്രക്ചർ അല്ലെങ്കിൽ കരിക്കുലം സ്ട്രക്ചർ 10+2 നമുക്ക് ഏറ്റവും ഫെമിലിയർ ആയിട്ടുള്ളത് 10+2 എന്നുള്ളൊരു സ്ട്രക്ചറായിരുന്നു. അതിപ്പോൾ മാറിയിട്ട് 5+3+3+4 എന്നുള്ള ഒരു സ്ട്രക്ചറിലേക്ക് മാറിയിട്ടുണ്ട്. അതിലെ ആദ്യത്തെ 5 വർഷം ഫൗണ്ടേഷണൽ സ്റ്റേജ് എന്നാണ് അറിയപ്പെടുന്നത്. അടുത്തത് പ്രിപ്പറേറ്ററി സ്റ്റേജ്, അത് കഴിഞ്ഞാൽ മിഡിൽ സ്റ്റേജ്, അതിൻ്റെ ലാസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നതാണ് സെക്കൻഡറി സ്റ്റേജ്. ഫൗണ്ടേഷണൽ സ്റ്റേജ് എന്ന് പറയുമ്പോൾ 3 വയസ്സ് മുതൽ 8 വയസ്സ് വരെയുള്ള കുട്ടികൾക്കാണ്. ഇനി മുതൽ ഗവൺമെൻറ് സ്കൂളുകൾക്കും ഈ ഒരു പ്രീ സ്കൂൾ ക്ലാസ്സുകൾ ഉണ്ടാവും. അതായത് 3 വയസ്സ് മുതലുള്ള കുട്ടികൾ ഫോർമൽ എഡ്യൂക്കേഷൻ്റെ ഭാഗമായി മാറുകയാണ്. അപ്പോൾ ഇത്രയും നാൾ പ്രൈവറ്റ് സ്കൂളുകൾ മാത്രമാണ് ഈ പ്രീ പ്രൈമറി എഡ്യൂക്കേഷൻ കൊടുത്തിരുന്നതെങ്കിൽ ഇനി മുതൽ അംഗൻവാടികൾ ഈ 3 വയസ്സ് മുതലുള്ള കുട്ടികളുടെ ചുമതല അവരെ ഏൽപ്പിക്കണം എന്നുള്ള രീതിയിലാണ് പോളിസി നിർദ്ദേശിക്കുന്നത്. അപ്പോൾ അതൊരു വലിയ ഉത്തരവാദിത്വമാണ് എന്ന് നമുക്കറിയാം. കാരണം ഏറ്റവും കൂടുതൽ ബ്രെയിൻ ഡെവലപ്മെൻറ്റ് നടക്കുന്ന ഒരു സ്റ്റേജാണ് ഈ 3 വയസ്സ് മുതലുള്ള കുട്ടികളുടെ പ്രായം. ഏറ്റവും ടെൻഡറായിട്ടുള്ള ഏജുമാണ്. അപ്പോൾ അത് അംഗൻവാടിയിൽ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഒരു എഡ്യൂക്കേഷൻ എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ കുട്ടികൾക്ക് പഠനം അങ്ങനെ കാര്യമായ രീതിയിൽ നടത്തുന്നില്ല എന്ന് നമുക്കറിയാം. അപ്പോൾ ഇത്രയും ചെറിയ പ്രായത്തിൽ കുഞ്ഞുങ്ങളുടെ ഉത്തരവാദിത്വം അംഗൻവാടി ടീച്ചേഴ്സിനെ ഏൽപ്പിക്കാനായിട്ട് ആ ടീച്ചേഴ്സിൻ്റെ ക്വാളിഫിക്കേഷൻ അനുസരിച്ച് അവർക്ക് 6 മാസമോ 1 വർഷമോ ഒക്കെ ഓൺലൈൻ ട്രെയിനിങ്ങിൽ കൂടെ അവരെ ഇതിന് സജ്ജരാക്കി എടുക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അത് ഗവൺമെൻറ് സ്കൂളുകളുടെ പ്രീ പ്രൈമറി ക്ലാസ്സുകളുടെ കാര്യമാണ്. പ്രൈവറ്റ് സ്കൂളുകൾക്ക് നേരത്തെ നടന്നിരുന്നത് പോലെ തന്നെ LKG UKG മുന്നേ ആയിട്ട് LKGക്ക് മുന്നേ ആയിട്ട് ഒരു പ്രീ സ്കൂൾ ക്ലാസ് കൂടി തുടങ്ങേണ്ടതായിട്ട് വരും. അതും പ്രൈവറ്റ് സ്കൂളുകളെ സംബന്ധിച്ച് ഒരു സാമ്പത്തികമായിട്ട് ബാധ്യതയാണ്. പക്ഷേ എങ്കിലും നല്ല ഒരു ഉത്തരവാദിത്വം, ഇത്രയും വലിയ ഒരു ഉത്തരവാദിത്വം അംഗൻവാടി അധ്യാപകരും ബാക്കി പ്രൈവറ്റ് സ്കൂളിലെ പ്രീ സ്കൂൾ അധ്യാപകരും ഏറ്റെടുത്ത് നടത്തുമെങ്കിൽ നല്ല കാര്യം തന്നെയാണ്. അതോടൊപ്പം നമ്മൾ ഇത്തരണത്തിൽ ഓർക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ ഉത്തരവാദിത്വം ചെയ്യാൻ സജ്ജരല്ലാത്ത അധ്യാപകരെ കൊണ്ട് ഇത് ചെയ്യിപ്പിച്ചാൽ അത് ഗുണത്തേക്കാളേറെ ദോഷം ചെയ്യുമെന്ന് നമ്മൾ മനസ്സിലാക്കണം. കാരണം ചെറിയ പ്രായത്തിലുള്ള കുഞ്ഞുങ്ങളുടെ ഉത്തരവാദിത്വമായതുകൊണ്ട് അതിൽ ഒത്തിരി ശ്രദ്ധ വേണം എന്ന് എനിക്ക് തോന്നുന്നു. അംഗൻവാടികളുടെ ഇപ്പോഴത്തെ പരിമിതമായ അവസ്ഥയെല്ലാം മാറ്റി അംഗൻവാടികൾക്ക് വേണ്ട സൗകര്യങ്ങൾ, ഇൻഫ്രാസ്ട്രക്ചറും ബാക്കി പഠന ഉപകരണങ്ങളും എല്ലാം പ്രൊവൈഡ് ചെയ്യുമെന്നും പറയുന്നുണ്ട്. പക്ഷേ അതോടൊപ്പം അംഗൻവാടി അധ്യാപകരുടെ സേവന വേതന വ്യവസ്ഥകളിലും മാറ്റം വരുത്തേണ്ടതായിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ അതിനെപ്പറ്റി പോളിസിയിൽ പ്രത്യേകിച്ച് നിർദ്ദേശങ്ങളൊന്നും കാണുന്നില്ല. പ്രീ സ്കൂൾ സ്റ്റേജിൽ പ്ലേ വേയും ആക്ടിവിറ്റി മെത്തേഡും ലാംഗ്വേജ് ലേണിങ്ങും ഒക്കെയാണ് പോളിസിയിൽ പറയുന്നത്. അടുത്ത സ്റ്റേജ്, അതായത് 3 മുതൽ 8 വയസ്സ് വരെ എന്ന് പറയുമ്പോൾ
പ്രീ സ്കൂൾ ക്ലാസ് LKG UKG ഫസ്റ്റ് സ്റ്റാൻഡേർഡ് സെക്കൻഡ് സ്റ്റാൻഡേർഡ് അതുവരെയാണ്. അത് കഴിഞ്ഞ് അടുത്ത സ്റ്റേജിലേക്ക് പോകുമ്പോൾ പ്രിപ്പറേറ്ററി സ്റ്റേജ് എന്നാണ് ആ സ്റ്റേജ് അറിയപ്പെടുന്നത്. ആ സമയത്ത് കുട്ടികൾക്ക് വീണ്ടും പ്ലേ വേയും ആക്ടിവിറ്റി മെത്തേഡും ഒക്കെ തന്നെയാണ്. അതോടൊപ്പം ഡിസ്കവറി ലേണിംഗ് പറയുന്നുണ്ട്, ഇൻട്രാക്റ്റീവ് ലേണിംഗ് പറയുന്നുണ്ട്. എന്ന് പറയുമ്പോൾ കുട്ടികൾ സ്വയം കണ്ടെത്തി, ബ്രൂണറുടെ ഒരു കോൺസെപ്റ്റാണ് കോഗ്നിറ്റീവ് ലേണിങ്ങിൽ കുട്ടികൾ സ്വയം കണ്ടെത്തി പഠിക്കുന്ന ഒരു രീതി. പിന്നെ ഇൻട്രാക്റ്റീവ് ലേണിംഗ്, അതായത് ടീച്ചേഴ്സും കുട്ടികളും തമ്മിലും കുട്ടികൾ തങ്ങളിലും ഒക്കെ ഇൻട്രാക്റ്റ് ചെയ്ത് നടക്കുന്ന ഒരു പഠന രീതിയാണത്. അപ്പോൾ ഡിസിപ്ലിൻ ഏറ്റവും അധികം ആഗ്രഹിക്കുന്നവരാണ് അധ്യാപകർ. കുട്ടികൾ സീറ്റിൽ നിന്ന് അനങ്ങുക പോലും ചെയ്യാതെ ഇരിക്കുന്ന കുഞ്ഞുങ്ങളെ മാത്രം ഇഷ്ടപ്പെടുന്ന അധ്യാപകരുള്ള നമ്മുടെ നാട്ടിൽ ഇതുപോലൊരു ഇൻട്രാക്റ്റീവ് ലേണിങ്ങും ഒക്കെ ഡിസ്കവറി ലേണിങ്ങും ഒക്കെ എത്രത്തോളം പ്രായോഗികമാണ് എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. മാറ്റം എപ്പോഴും നമുക്ക് വല്ലാത്തൊരു തലവേദനയാണ്, പ്രത്യേകിച്ചും അധ്യാപകർക്ക്. മിഡിൽ സ്റ്റേജിൽ 6 മുതൽ 8 വരെയുള്ള ക്ലാസ്സുകളിലെ കുട്ടികളാണ്. ഈ ക്ലാസ്സുകളിൽ ടെക്സ്റ്റ് ബുക്ക് ബേസ്ഡ് ലേണിംഗ് ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയമാണ്. അതോടൊപ്പം കോഡിങ് പ്രത്യേകമായിട്ട് എടുത്തു പറയുന്നുണ്ട്. കോഡിങ്, അതായത് ചൈന പോലുള്ള രാജ്യങ്ങളിൽ കോഡിങ് പഠിപ്പിച്ച് കുട്ടികൾക്ക് അല്ലെങ്കിൽ രാജ്യത്തിനും ഒത്തിരി നേട്ടം ഉണ്ടായിട്ടുള്ളത് കൊണ്ട് തന്നെ കോഡിങ് ഈ ചെറിയ പ്രായത്തിലെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നത് വളരെ നല്ല ഒരു നിർദ്ദേശമായിട്ട് പോളിസി മുന്നോട്ട് വയ്ക്കുന്നു. പിന്നെ വൊക്കേഷണൽ ട്രെയിനിങ്, 6ാം ക്ലാസ് മുതൽ തന്നെ കുഞ്ഞുങ്ങൾക്ക് വൊക്കേഷണൽ ട്രെയിനിങ് കൊടുക്കുന്നതിനെ പറ്റിയും പോളിസിയിൽ പറയുന്നുണ്ട്. അതോടൊപ്പം ആ സമയത്ത് 10 ദിവസം ബാഗ്ലെസ് ട്രെയിനിങ്, അതായത് ഈ മിഡിൽ സ്റ്റേജിൽ 10 ദിവസം ഓരോ അക്കാഡമിക് ഇയറിലും 10 ദിവസം വീതം ബാഗില്ലാതെ കുട്ടികൾക്ക് സ്കൂളിൽ വന്നിട്ട് ഇൻഫോർമലായിട്ടുള്ള ഇൻറ്റേൺഷിപ്പ്, അതായത് ആർട്ടിസ്റ്റ്സ് ആണെങ്കിലും അല്ലെങ്കിൽ കാർപ്പൻറ്റേഴ്സ് അങ്ങനെയുള്ള ലോക്കലായിട്ട് അവൈലബിൾ ആയിട്ടുള്ള എക്സ്പേർട്സിൻ്റെ അടുത്ത് പോയി അവർക്കൊരു ഇൻറ്റേൺഷിപ്പ് പോലെ ഓരോ സ്കില്ല് പഠിക്കാനുള്ള ഒരു അവസരമാണ്. അപ്പോൾ ചെറിയ പ്രായത്തിൽ തന്നെ കുട്ടികൾ ഓരോ സ്കില്ല് പഠിക്കുന്നതിൽ വലിയ തെറ്റൊന്നുമില്ല. പക്ഷേ സാമ്പത്തികമായിട്ടൊക്കെ പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾ അല്ലെങ്കിൽ പഠനത്തിൽ അത്ര അങ്ങോട്ട് താല്പര്യമില്ലാത്ത കുട്ടികളൊക്കെ ഇതുപോലെ ഒരു സ്കില്ല് പഠിച്ചു കഴിയുമ്പോൾ അവർക്ക് അതിലേക്ക് കൂടുതൽ താല്പര്യം വരികയും അത് പഠനത്തിൽ അവരുടെ താല്പര്യം കൂടുതൽ കുറയാനിടയാകുകയും ഡ്രോപ്പ് ഔട്ട് റേറ്റ് കൂടാൻ ഇടയാക്കുകയും ചെയ്യുമെന്ന് നമുക്ക് ഒന്ന് ചിന്തിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും. ഇനി അടുത്ത ഒരു സ്റ്റേജ് എന്ന് പറയുന്നത് സെക്കൻഡറി സ്റ്റേജാണ്. 9, 10, 11, 12 ക്ലാസ്സുകളിലെ കുട്ടികളുടെ സ്റ്റേജാണ്. എക്സാംസ് 8ാം ക്ലാസ് വരെയുള്ള സ്റ്റേജിൽ 3, 5, 8 ക്ലാസ്സുകളിൽ മാത്രമായിരിക്കും എക്സാംസ് ഉണ്ടാവുക. എക്സാംസ് അങ്ങനെ ഇല്ലാതെ ആവുമ്പോൾ അതും ഒരു തരത്തിൽ ഒരു ചെറിയ പ്രശ്നമുണ്ട്. കുട്ടികളെ സംബന്ധിച്ച് വളരെ അവർ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമായിരിക്കാം. പക്ഷേ നമുക്ക് ചിന്തിച്ചാൽ അറിയാം, പഠിപ്പിക്കുമ്പോൾ അവർ മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്താൽ പോലും ഒരു സെൻസ് ഓഫ് അച്ചീവ്മെൻ്റ് ഉണ്ടാകണമെങ്കിൽ എപ്പോഴും ഒരു എക്സാം അവിടെ അത്യാവശ്യമാണ്. ഒരു പരീക്ഷ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ അഡൾട്ട്സ് ആണെങ്കിൽ പോലും പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. പക്ഷേ ഡീപ്പായിട്ട് അത് അനലൈസ് ചെയ്ത് നമ്മൾ മനസ്സിലാക്കുന്നത് പലപ്പോഴും എക്സാം ഉണ്ട് എന്നുള്ള ഒരു അവസ്ഥ വരുമ്പോൾ മാത്രമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് എക്സാംസ് പൂർണ്ണമായിട്ടും ക്ലാസ്സുകളിൽ ഒഴിവാക്കുമ്പോൾ അത് എത്രത്തോളം നല്ല ഒരു ആശയമാകും എന്ന് ഒരു സംശയം നിലനിൽക്കുന്നു. അതോടൊപ്പം 10, 12 ക്ലാസ്സുകളിൽ ബോർഡ് എക്സാംസ് ഉണ്ടാവും. പക്ഷേ ബോർഡ് എക്സാംസ് വിൽ ബി മെയ്ഡ് ഈസിയർ എന്നാണ് പോളിസിയിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എക്സാംസ് അത്രയും ഈസി ആകുമ്പോഴും അത് കുട്ടികൾക്ക് പ്രയോജനപ്പെടുന്നുണ്ടോ? ടെൻഷൻ കുറയാൻ അല്ലെങ്കിൽ കുട്ടികളിലുള്ള സ്ട്രെസ്സ് കുറയാനൊക്കെ അത് ഒത്തിരി സഹായിക്കും എന്ന് നമുക്കറിയാം. പക്ഷേ ഒത്തിരി ഈസി ആകുമ്പോഴും അത് സഹായകരമാണോ എന്ന് നമുക്കറിയില്ല. പിന്നെ 10ലും 12ലും ബോർഡ് എക്സാംസ് ഒരു പ്രാവശ്യമല്ല 2 പ്രാവശ്യം നടത്തും. അതിൽ കുട്ടികൾക്ക് ഇംപ്രൂവ്മെൻ്റ് ആണ് രണ്ടാമത്തെ എക്സാം. അതിൽ ബെറ്ററായിട്ടുള്ള റിസൾട്ട് എടുക്കാനും ഉള്ള നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത് പോളിസിയിൽ. എക്സാംസിൽ ഇതുവരെ റോട്ട് ലേണിങ്ങിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നു എന്നും ഇനി അത് കോൺസെപ്ച്വൽ അറ്റൈൻമെൻ്റ് ആണ് ടെസ്റ്റ് ചെയ്യുന്നതെന്നും പോളിസിയിൽ പറയുന്നു. റോട്ട് ലേണിംഗ് എന്ന് പറയുന്നത് തീരെ മോശമായ ഒരു കാര്യമല്ല എന്ന് നമുക്കറിയാം.
നമ്പേഴ്സ് പഠിക്കാനാണെങ്കിലും ലെറ്റേഴ്സ് ഓഫ് ദി ആൽഫബറ്റ് പഠിക്കാനാണെങ്കിലും പിന്നെ ഈവൻ സയൻസിലും മാത്തമാറ്റിക്സിലും ഒക്കെയുള്ള തിയറി ആണെങ്കിലും ഇക്വേഷൻസ് ആണെങ്കിലും ഒക്കെ പഠിക്കാനായിട്ട് നമുക്ക് റോട്ട് ലേണിംഗ് ഒരു പരിധിയിൽ കൂടുതൽ ആവശ്യമുണ്ട് എന്നിരിക്കെ അതിനെ അത്ര മോശമായിട്ട് കാണേണ്ട കാര്യമില്ല എന്നെനിക്ക് തോന്നുന്നു. അതോടൊപ്പം ഒരു നോളജ് നമ്മൾ അക്വയർ ചെയ്ത് കഴിഞ്ഞാൽ അത് അപ്ലൈ ചെയ്യണമെങ്കിൽ അതിൽ ഒരു ഭാഗം റോട്ടായിട്ട് നമ്മുടെ മെമ്മറിയിൽ ആ ഒരു റോട്ട് ലേണിംഗ് നടക്കണം എന്ന് തോന്നുന്നു, നമ്മുടെ മെമ്മറിയിൽ അത് സ്റ്റോർ ചെയ്യാനായിട്ട്. സെക്കൻഡറി സ്റ്റേജിൽ മൾട്ടി ഡിസിപ്ലിനറി ഓപ്ഷൻസ് കുട്ടികൾക്ക് കൊടുക്കുന്നതായിട്ടാണ് പോളിസിയിൽ പറയുന്നത്. അതായത് നേരത്തെ 10th സ്റ്റാൻഡേർഡ് കഴിയുമ്പോൾ, ബോർഡ് എക്സാം കഴിഞ്ഞ് റിസൾട്ട് വന്നു കഴിയുമ്പോൾ എല്ലാവരുടെയും ഒരു ചോദ്യമുണ്ടായിരുന്നു, സയൻസ് ആണോ, മാത്സ് ആണോ, കൊമേഴ്സ് ആണോ, ആർട്സ് ആണോ എന്നൊക്കെ. അപ്പോൾ ഇതിൽ സയൻസ് ആണെന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ മാത്സ് ആണെന്ന് പറയുമ്പോൾ മിടുക്കരായിട്ടും ആർട്സും കൊമേഴ്സും വരുമ്പോൾ ഒരു രണ്ടാന്തര പൗരന്മാരായിട്ടും കാണുന്ന ഒരു രീതി നമ്മുടെ ഇടയിലുണ്ട്. അപ്പോൾ അത് മാറാനായിട്ട് ഈ മൾട്ടി ഡിസിപ്ലിനറി ആയിട്ടുള്ള ഓപ്ഷൻസ് ഹെൽപ്പ് ചെയ്യും എന്ന് നമുക്ക് മനസ്സിലാകുന്നുണ്ട്. നല്ലൊരു നിർദ്ദേശമായിട്ട് എനിക്ക് തോന്നുന്നു. കരിക്കുലർ ആക്ടിവിറ്റീസിനോടൊപ്പം തന്നെ ഇമ്പോർട്ടൻസ് കോ കരിക്കുലറിനും എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിനും നൽകും എന്നാണ് പോളിസിയിൽ പറഞ്ഞിരിക്കുന്നത്. അതായത് ഇപ്പോൾ സ്പോർട്സിൽ താല്പര്യമുള്ള ഒരു കുട്ടി അക്കാഡമിക്കായിട്ട് പെർഫോം ചെയ്യുന്നത് വളരെ മോശമായിരിക്കാം, കുറച്ച് മോശമായിരിക്കാം. പക്ഷേ ആ കുട്ടി മോശക്കാരനല്ല എന്ന് നമുക്കറിയാമെങ്കിൽ പോലും പലപ്പോഴും അധ്യാപകരും രക്ഷിതാക്കളും ഒന്നും അത് അംഗീകരിക്കാൻ തയ്യാറായിട്ടില്ല. ഹോവർഡ് ഗാർഡനറുടെ മൾട്ടിപ്പിൾ ഇൻ്റലിജൻസിൽ ലിംഗ്വിസ്റ്റിക് ഇൻ്റലിജൻസ്, വിഷ്വൽ സ്പേഷ്യൽ ഇൻ്റലിജൻസ്, കിനസ്തെറ്റിക് ഇൻ്റലിജൻസ്, അങ്ങനെ പലതരത്തിലുള്ള ഇൻ്റലിജൻസിൻ്റെ കാര്യം പറയുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം, ഒരു വ്യക്തിയും അത്ര മോശക്കാരല്ല എന്നുള്ളതാണ്. ഓരോ തരത്തിലുള്ള കഴിവുകളാണ് വ്യക്തികൾക്ക് ഉള്ളതെന്ന് മാത്രമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇനി മുതൽ സ്പോർട്സിലും ആർട്സിലും ഒക്കെ പെർഫോം ചെയ്യുമ്പോൾ കിട്ടുന്ന മാർക്കും ഗ്രേഡും ഒക്കെ അക്കാഡമിക് പെർഫോമൻസുമായിട്ട് കണക്ട് ചെയ്ത് തന്നെയായിരിക്കും ഇനി കുട്ടികളുടെ പ്രോഗ്രസ് റിപ്പോർട്ട് വരാൻ പോകുന്നത്. ഇനി ഈ പ്രോഗ്രസ് റിപ്പോർട്ടിൽ 360 ഡിഗ്രി അസസ്മെൻ്റാണ് ഇനി മുതൽ. എന്ന് പറയുമ്പോൾ ടീച്ചറിൻ്റെ അസസ്മെൻ്റ് ഉണ്ട്, സെൽഫ് അസസ്മെൻ്റ് ഉണ്ട്, അതായത് കുട്ടി സ്വയം അസസ് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം പിയർ അസസ്മെൻറ്റും ഉണ്ട്, അതായത് കൂടെ പഠിക്കുന്ന കുട്ടികളെ കൊണ്ടും അസസ്മെൻറ്റ് നടത്തിക്കുന്നുണ്ട്. ടീച്ചറിൻ്റെ അസസ്മെൻറ്റ് പലപ്പോഴും ചില വളരെ അപൂർവമായ സാഹചര്യങ്ങളിലെങ്കിലും ടീച്ചറിൻ്റെ അസസ്മെൻറ്റ് പോലും അത്ര ബയസ്ഡായിട്ട് വരുന്ന, ടീച്ചറിൻ്റെ അസസ്മെൻറ്റ് പോലും ബയസ്ഡ് ആകുന്ന സന്ദർഭങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ ഇവിടെ സെൽഫ് അസസ്മെൻ്റ് എന്ന് പറയുമ്പോൾ കുട്ടികൾക്ക് സ്വയം അവർ ചെയ്ത വർക്കിനെ പറ്റി ഭയങ്കര നല്ല ഇമ്പ്രഷനാണ് എപ്പോഴും ഉണ്ടാകാറുള്ളത്. അപ്പോൾ അതിൽ നിന്ന് കറക്റ്റായിട്ട് അവരെ ആ സെൽഫ് ഇവാലുവേഷൻ ചെയ്യാൻ ട്രെയിൻ ചെയ്തെടുക്കുക എന്ന് പറയുന്നത് അധ്യാപകരെ സംബന്ധിച്ചൊരു വളരെ വലിയൊരു ടാസ്ക് തന്നെ ആയിരിക്കും. അതിനവരെ ട്രെയിൻ ചെയ്തെടുത്തു കഴിഞ്ഞാൽ കുട്ടികൾ അതിൽ അവരുടെ കോൺഫിഡൻസ് കൂടാനും സെൽഫ് ഇവാലുവേഷൻ നടത്തുമ്പോൾ അവർക്ക് അവരുടെ കോൺഫിഡൻസ് ലെവൽ കൂട്ടി കൊണ്ടുവരാൻ സാധിക്കും. അതൊരു നല്ല നിർദ്ദേശമാണ്. പക്ഷേ അധ്യാപകർക്ക് കുറച്ച് ജോലി അതിൽ ചെയ്യാനുണ്ടാവും എന്ന് ഞാൻ കരുതുന്നു. അതുപോലെ പിയർ ഇവാലുവേഷൻ ക്ലാസ്സിൽ കൂടെ പഠിക്കുന്ന കുട്ടികളെ ഇവാലുവേറ്റ് ചെയ്യാൻ എപ്പോഴും മറ്റു കുട്ടികൾക്ക് താല്പര്യമായിരിക്കും. പക്ഷേ ഇതിലും ഒരു ചെറിയ വിഷയമുള്ളത്, ക്ലാസ്സിൽ പലതരത്തിലുള്ള കുട്ടികളുണ്ട്. സ്റ്റാർസ് ഉണ്ട്, ഐസൊലേറ്റ്സ് ഉണ്ട്, ക്ലിക്സ് ഉണ്ട്. അപ്പോൾ സ്റ്റാർസ് എന്ന് പറയുന്ന കുട്ടികളെ എല്ലാവർക്കും നല്ലതായിട്ട് എല്ലാ കുട്ടികളുമായിട്ട് മിങ്കിൾ ചെയ്യുകയും നന്നായിട്ട് ഷൈൻ ചെയ്യുന്ന കുട്ടികളായിരിക്കും. അവർക്ക് നല്ല രീതിയിലുള്ള ഒരു അസസ്മെൻറ്റ് കിട്ടാൻ സാധ്യതയുണ്ട്. പക്ഷേ കുട്ടികൾക്ക് താല്പര്യമില്ലാത്ത കുട്ടികളെ കൊണ്ടാണ് അസസ് ചെയ്യിപ്പിക്കുന്നതെങ്കിൽ അതിനകത്ത് വളരെ വലിയ ഒരു ബയസ്ഡ് ആയിട്ടുള്ള അസസ്മെൻ്റ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ആ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ദൂരീകരിക്കേണ്ടതെന്നുള്ളതിനെ പറ്റി ചർച്ചകളും സംവാദങ്ങളുമൊക്കെ നടക്കേണ്ടതുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. 5ാം ക്ലാസ് വരെ ഹോം ലാംഗ്വേജിൽ ഇൻസ്ട്രക്ഷൻ കൊടുക്കണം എന്നാണ് പോളിസി നിർദ്ദേശിക്കുന്നത്. പറ്റുമെങ്കിൽ 8th സ്റ്റാൻഡേർഡ് വരെയും ഹോം ലാംഗ്വേജിൽ തന്നെ ഇൻസ്ട്രക്ഷൻ കൊടുക്കണം എന്ന് പറയുന്നു. പക്ഷേ പോളിസിയിൽ തന്നെ പറയുന്നുണ്ട് 2 മുതൽ 8 വരെയുള്ള പ്രായത്തിലാണ് കുട്ടികൾ ഭാഷ പഠിക്കാൻ ഏറ്റവും അധികം സജ്ജരായിട്ടുള്ള പ്രായമെന്ന്. അത് പറഞ്ഞിട്ട് ഇത്രയും കോൺട്രഡിക്ടറി ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് പോളിസിയിൽ വന്നിട്ടുണ്ട്.
കാരണം ഭാഷ പഠിക്കാൻ ഏറ്റവും നല്ല പ്രായം ഈ 2 മുതൽ 8 വരെ ആണെന്നിരിക്കെ ഇംഗ്ലീഷ് പോലുള്ള ഒരു ഗ്ലോബൽ ലാംഗ്വേജ്, ഒരു ഫോറിൻ ലാംഗ്വേജ് കുട്ടികളെ പഠിപ്പിക്കാൻ നിർദ്ദേശിച്ചിരിക്കുന്നത് 5ാം ക്ലാസ്സിലാണ്. 5ാം ക്ലാസ്സിൽ എന്ന് പറയുമ്പോൾ 10 വയസ്സായ കുട്ടികളാണ്. എന്തായാലും ഈ നിർദ്ദേശം പ്രാബല്യത്തിൽ വരുമ്പോൾ ഗവൺമെൻറ് സ്കൂളുകൾക്ക് ഇത് നടപ്പാക്കേണ്ടതായിട്ട് വരും. പക്ഷേ പ്രൈവറ്റ് സ്കൂൾസ് അതുപോലെ തന്നെ ഉണ്ടാവും. അപ്പോൾ പ്രൈവറ്റ് സ്കൂൾസിൽ പഠിക്കുന്ന ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിക്കുന്ന കുട്ടികൾ ഇംഗ്ലീഷിൽ വളരെ പ്രൊഫിഷ്യൻ്റ് ആകുകയും ബാക്കി ഗവൺമെൻറ് സ്കൂൾസിൽ പഠിക്കുന്ന കുട്ടികൾ ഇംഗ്ലീഷ് ലാംഗ്വേജിൽ പ്രൊഫിഷ്യൻസി കുറഞ്ഞവരായിട്ട് തീരുകയും ചെയ്യും. ഇനി യൂണിവേഴ്സിറ്റി തലത്തിൽ പോലും പോളിസിയിൽ പല സ്ഥലത്തും പറയുന്നുണ്ട് ലോക്കൽ ലാംഗ്വേജിൽ ഇൻസ്ട്രക്ഷൻ കൊടുക്കാമെന്ന്, മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ ലോക്കൽ ലാംഗ്വേജ് ആക്കാമെന്ന്. പോളിസിയിലെ ഒരു പരാമർശം എന്ന് പറയുന്നത് വികസിത രാജ്യങ്ങളെല്ലാം തന്നെ അവരുടെ ഭാഷയ്ക്ക് കൂടുതൽ മുൻതൂക്കം കൊടുക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ USA പോലുള്ള രാജ്യങ്ങളിൽ ഇംഗ്ലീഷാണ് അവരുടെ ഭാഷ. ഇനി ഫ്രാൻസ്, ജർമ്മനി പോലുള്ള രാജ്യങ്ങളൊക്കെ തന്നെയാണെങ്കിലും അവരുടെ ഭാഷയ്ക്ക് മുൻതൂക്കം കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ അതൊക്കെ ഡെവലപ്ഡ് കൺട്രീസാണ്. നമ്മളുടെ പോലുള്ള ഒരു രാജ്യത്ത് ഇത്രയും പൗരന്മാർക്ക്, ഇത്രയധികം പോപ്പുലേഷനുള്ള ഒരു രാജ്യത്ത് നമ്മുടെ എല്ലാ കുട്ടികൾക്കും എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ഇവിടെ തൊഴിലവസരങ്ങൾ കൊടുക്കുക എന്ന് പറയുന്നത് പ്രായോഗികമല്ലാത്തത് കൊണ്ട് പുറത്തേക്ക് ഗ്ലോബൽ ഓപ്പർച്യൂണിറ്റീസ് ആണ് കുട്ടികളെ കൊണ്ട് വിദ്യാഭ്യാസത്തിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഒരിക്കലും നമ്മുടെ ലോക്കൽ ലാംഗ്വേജ് പഠിക്കേണ്ട എന്നല്ല, ലോക്കൽ ലാംഗ്വേജിന് മാത്രം ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ള ഒരു വിദ്യാഭ്യാസ രീതി കൊണ്ട് വലിയ പ്രയോജനം ഉണ്ടാകും എന്ന് നമുക്ക് കരുതാൻ നിവൃത്തിയില്ല. ഫൗണ്ടേഷണൽ ലിറ്ററസിയും ന്യൂമറസിയും 3ാം ക്ലാസ്സിനുള്ളിൽ അറ്റൈൻ ചെയ്തിരിക്കണമെന്നാണ് പോളിസിയിൽ പറയുന്നത്. കാരണം പലപ്പോഴും ഇതിൽ അധ്യാപകർ വേണ്ടത്ര ശ്രദ്ധിക്കാത്തത് കൊണ്ട് ഹയർ ക്ലാസ്സിലെത്തുമ്പോഴും കുട്ടികൾക്ക് പലപ്പോഴും ആൽഫബറ്റ് ലെറ്റേഴ്സും നമ്പേഴ്സും ഒന്നും അത്ര ഉറപ്പില്ലാത്ത ഒരു സാഹചര്യം നമ്മൾ കാണാറുണ്ട്. അതുകൊണ്ട് അത് വളരെ സ്ട്രിക്റ്റായിട്ട് പോളിസിയിൽ പറയുന്നു. വിദ്യാഭ്യാസ രംഗത്തുണ്ടാകുന്ന എല്ലാ മാറ്റങ്ങളുടെയും നെടുംതൂണുകളായി പ്രവർത്തിക്കേണ്ടത് അധ്യാപകരാണ് എന്ന് പോളിസിയിൽ പറയുന്നു. അതുകൊണ്ട് തന്നെ 50 hours ഓഫ് കണ്ടിന്യൂസ് ട്രെയിനിങ് ആണ് അധ്യാപകർക്കും പ്രിൻസിപ്പൽമാർക്കും അഡ്മിനിസ്ട്രേറ്റേഴ്സിനും ഒക്കെ പോളിസിയിൽ നിർദ്ദേശിക്കുന്നത്. അതും ഒരു പ്രൊഫഷണൽ ട്രെയിനിങ്ങിന് വേണ്ടി അങ്ങനെ ഒരു നിർദ്ദേശം വളരെ സ്വാഗതാർഹമാണ്. കാരണം പലപ്പോഴും ഇപ്പോഴത്തെ നിലയിൽ നമ്മൾ കാണുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, അതായത് BEdോ അല്ലെങ്കിൽ ഒരു പ്രീ പ്രൈമറി ട്രെയിനിങ്ങോ ഒക്കെ കഴിഞ്ഞ് TTC പോലുള്ള BEd TTC പോലുള്ള ട്രെയിനിങ് പ്രോഗ്രാംസ് കഴിഞ്ഞ് കയറുന്ന അധ്യാപകർക്ക് കാര്യമായ പ്രൊഫഷണൽ ട്രെയിനിങ്ങോ ഡെവലപ്മെൻറ്റോ ഉണ്ടാകുന്നില്ല. അവരതിൽ വളരെ സന്തുഷ്ടരായിട്ട് പോകുന്നതായിട്ടാണ് കണ്ടിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ ഒരു ട്രെയിനിങ് പ്രോഗ്രാം അവർക്ക് നോളജ് അപ്ഡേറ്റ് ചെയ്യാനും സ്കിൽസ് അപ്ഡേറ്റ് ചെയ്യാനും ഒക്കെ ഒത്തിരി സഹായിക്കും. അതോടൊപ്പം എനിക്ക് തോന്നുന്നു 21st സെഞ്ച്വറി സ്കിൽസ് നമ്മൾ പറയുന്ന ക്രിട്ടിക്കൽ തിങ്കിങ്, പ്രോബ്ലം സോൾവിങ്, കമ്മ്യൂണിക്കേഷൻ, അങ്ങനെയുള്ള കൊളാബറേഷൻ, അങ്ങനെയുള്ള സ്കിൽസിലെല്ലാം തന്നെ ടീച്ചേഴ്സിന് ഈ പ്രൊഫഷണൽ ട്രെയിനിങ്ങിൽ, അതോടൊപ്പം തന്നെ സോഫ്റ്റ് സ്കിൽസ്. ഹയർ എഡ്യൂക്കേഷൻ രംഗത്തേക്ക് വരുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം, ഇപ്പോൾ ഉള്ള ഗ്രോസ് എൻറോൾമെൻറ്റ് റേഷ്യോ 26.3% മാത്രമാണ്. അത് 50% ഉയർത്തണമെന്നാണ് പോളിസി നിർദ്ദേശിക്കുന്നത്. പെട്ടെന്ന് കേൾക്കുമ്പോൾ നല്ലൊരു നിർദ്ദേശമായിട്ട് തോന്നാമെങ്കിലും എനിക്ക് തോന്നുന്നത് ഇത് ഗ്രോസ് എൻറോൾമെൻറ്റ് റേഷ്യോ കൂടുമ്പോൾ നമ്പർ ഓഫ് സ്റ്റുഡൻസ്, ഹയർ എഡ്യൂക്കേഷനിലേക്ക് വരുന്ന നമ്പർ ഓഫ് സ്റ്റുഡൻസ് കൂടുമ്പോൾ അത് ഒരു പരിധിവരെ ക്വാളിറ്റിയെ ബാധിക്കില്ലേ എന്നൊരു ചെറിയ സന്ദേഹമുണ്ട്. കാരണം പഠിക്കാൻ താല്പര്യമില്ലാത്തവർ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒക്കെ ഫീൽഡിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവരൊക്കെ തന്നെ ഓപ്പർച്യൂണിറ്റി ഉള്ളതുകൊണ്ടും ബാഹ്യ സമ്മർദ്ദം കൊണ്ടുമൊക്കെ ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിലേക്ക് വരാനും അത് പിന്നീട് അത് റിസൾട്ടിനെയും ഒക്കെ ഇൻസ്റ്റിറ്റ്യൂഷൻ മൊറാലിനെയും ഒക്കെ ബാധിക്കുന്ന ഒരു രീതിയിലേക്ക് മാറാനുള്ള സാധ്യത കാണുന്നുണ്ട്. എല്ലാ യൂണിവേഴ്സിറ്റീസും കോളേജസും മൾട്ടി ഡിസിപ്ലിനറി ആയിട്ട് മാറണം എന്നാണ് പോളിസി നിർദ്ദേശിക്കുന്നത്. IIT പോലുള്ള എൻജിനീയറിംഗ് കോഴ്സസ് നടത്തുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ് പോലും മൾട്ടി ഡിസിപ്ലിനറി ആയിട്ട് മാറണമെന്നാണ് പോളിസി നിർദ്ദേശിക്കുന്നത്. 2035 ഓരോ ഡിസ്ട്രിക്റ്റിലും ഒരു മൾട്ടി ഡിസിപ്ലിനറി യൂണിവേഴ്സിറ്റി എങ്കിലും ഉണ്ടാകണം എന്ന് പോളിസി പറയുന്നു. ഒരു യൂണിവേഴ്സിറ്റിയിൽ ഒരു 3000 കുട്ടികളെങ്കിലും പഠിക്കുന്ന രീതിയിലുള്ള യൂണിവേഴ്സിറ്റികളായിട്ട് ഈ കോളേജസും യൂണിവേഴ്സിറ്റീസും ഒക്കെ മാറണമെന്ന് നിർദ്ദേശിക്കുന്നു.
മൾട്ടി ഡിസിപ്ലിനറി ആയിട്ടുള്ള ഓപ്ഷൻസും മൾട്ടി ഡിസിപ്ലിനറി ആയിട്ടുള്ള കോളേജസും യൂണിവേഴ്സിറ്റീസും ഒക്കെ തന്നെ നല്ല നിർദ്ദേശമാണെങ്കിൽ പോലും ഒരു രീതിയിൽ ഇപ്പോൾ IIT പോലുള്ള കോളേജ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് മൾട്ടി ഡിസിപ്ലിനറി ആയിട്ട് മാറുമ്പോൾ കുറച്ച് ഫോക്കസ് ഡൈവേഴ്സ് ആകുമ്പോൾ ഉണ്ടാകുന്ന ഒരു ചെറിയ പ്രശ്നം അവിടെ നമുക്ക് കാണാൻ കഴിയും. ഫോക്കസ് കുറച്ച് കുറയുമ്പോൾ അത് ക്വാളിറ്റിയെ ബാധിക്കുമോ എന്നുള്ള ഒരു സംശയം. ഡിഗ്രി പ്രോഗ്രാംസ് എല്ലാം തന്നെ ഇപ്പോൾ 4 ഇയർ ആയിട്ട് മാറ്റിയിട്ടുണ്ട്. ഇത് 2013 ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ ട്രൈ ചെയ്ത ഒരു കാര്യമായിരുന്നു. അന്നത്തെ VC ആയിരുന്ന ദിനേശ് സിംഗ് അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയും പിന്നീട് പ്രതിഷേധത്തെ തുടർന്ന് പിൻവലിക്കുകയും ചെയ്ത ഒരു കാര്യമാണിത്. അപ്പോൾ ഇപ്പോൾ ഇത് 4 ഇയർ പ്രോഗ്രാമിന് കുറച്ചുകൂടെ അട്രാക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് ചെയ്തിരിക്കുന്നത് ഈ കുട്ടികൾക്ക് ബുദ്ധിമുട്ടുള്ള ഒരവസ്ഥയിൽ അവർക്ക് വേണമെങ്കിൽ 1 വർഷം കഴിയുമ്പോൾ ഡിസ്കണ്ടിന്യൂ ചെയ്യാം. അന്നേരം കുട്ടികൾക്കൊരു സർട്ടിഫിക്കറ്റ് കിട്ടും. 2 വർഷം കഴിഞ്ഞ് ഏതെങ്കിലും കാരണവശാൽ കോഴ്സ് നിർത്തേണ്ടി വരുന്ന കുട്ടികൾക്ക് ഒരു ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് കിട്ടും. ഇനി 3 വർഷം കഴിഞ്ഞാൽ ഒരു ഡിഗ്രി സർട്ടിഫിക്കറ്റ് കിട്ടും. അത് കഴിഞ്ഞ് 4 ഇയേഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ച് ഡിഗ്രി വിത്ത് റിസർച്ച് സർട്ടിഫിക്കറ്റ് കിട്ടും. ഇനി ഈ ഓരോ വർഷവും കുട്ടികൾക്ക് കിട്ടുന്ന ഗ്രേഡുകൾ സ്റ്റോർ ചെയ്യാനായിട്ടൊരു ഡിജിറ്റൽ ബാങ്ക് ഓഫ് ക്രെഡിറ്റ്സ്, അക്കാഡമിക് ബാങ്ക് ഓഫ് ക്രെഡിറ്റ്സ് എന്ന് പറയുന്ന ഒരു സംവിധാനം വളരെ അട്രാക്റ്റീവായിട്ട് തോന്നുന്ന ഒരു കാര്യമാണ്. കാരണം എന്തേലും ജെനുവിനായിട്ടുള്ള കാരണങ്ങൾ കൊണ്ട് പഠനം നിർത്തേണ്ടി വരുന്ന കുട്ടികളെ സംബന്ധിച്ച് ആ വർഷം നഷ്ടപ്പെട്ടു, ഒരു വർഷം പഠിച്ചത് നഷ്ടമായി എന്നുള്ള ഒരു തോന്നലിൽ നിന്ന് അവർക്ക് ഒരു മാറ്റമാണത്. പക്ഷേ ഈ ഒരു ഓപ്ഷൻ ദുരുപയോഗം ചെയ്യാൻ കുട്ടികൾ ശ്രമിക്കാനിടയുണ്ട്. 4 ഇയർ ഡിഗ്രി കഴിയുന്ന ഒരു കുട്ടിക്ക് നേരിട്ട് PhDയിലേക്ക് പോകാൻ സാധിക്കും. MPhil എന്ന് പറയുന്ന ഇതിൻ്റെ ഒരു ഇൻ്റർമീഡിയറി കോഴ്സ് ഉണ്ടായിരുന്നു. ആ MPhil കോഴ്സ് ഇപ്പം നിർത്തിയിട്ടുണ്ട്. ഇനി മുതൽ MPhil ചെയ്യാതെ 4 ഇയർ ഡിഗ്രി പ്രോഗ്രാം കഴിഞ്ഞ് നേരിട്ട് PhD ചെയ്യാനായിട്ട് കുട്ടികൾക്ക് അവസരമുണ്ട്. 3 ഇയർ ഡിഗ്രി കോഴ്സ് കഴിയുന്ന കുട്ടിക്ക് 2 ഇയർ PG പ്രോഗ്രാമാണ്. അതേസമയം 4 ഇയർ ഡിഗ്രി കഴിയുന്ന കുട്ടിയെ സംബന്ധിച്ച് 1 ഇയർ PG പ്രോഗ്രാം ആയിരിക്കും. 4 ഇയർ ഡിഗ്രിയോ PGയോ ഉള്ള കുട്ടികൾക്ക് PhDയിലേക്ക് പോകാവുന്നതാണ്. എല്ലാ ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിനും ഒരു സിംഗിൾ റെഗുലേറ്റിംഗ് ബോഡിയായിട്ട് മാറിയിട്ടുണ്ട് ഹയർ എഡ്യൂക്കേഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ. പലതരത്തിൽ NCT നിന്നും UGC നിന്നും AICT നിന്നും ഒക്കെ പറഞ്ഞ് പല വിഭാഗങ്ങളുണ്ടായിരുന്നു. അതെല്ലാം മാറി ഇപ്പോൾ ഹയർ എഡ്യൂക്കേഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു റെഗുലേറ്റിംഗ് ബോഡിയായിട്ട് മാറിയിട്ടുണ്ട്. നാഷണൽ ലെവലിലുള്ള ഒരു ബോഡിയായിട്ട് മാറിയിട്ടുണ്ട്. ഇതിൽ ഉടനീളം നമുക്ക് കാണാവുന്നത് ഒരു നാഷണൽ ലെവലിലുള്ള റെഗുലേഷൻസ് കൂടുതലായിട്ട് വരുന്ന രീതിയിലാണ്. എഡ്യൂക്കേഷൻ എന്നുള്ളത് ഒരു കൺകറൻറ്റ് ലിസ്റ്റിൽ ഉള്ള ഒരു സബ്ജക്റ്റ് ആണെന്നിരിക്കെ എന്തുകൊണ്ടാണ് ഇത്രയധികം സെൻട്രലൈസേഷൻ ഈ പോളിസിയിൽ വന്നു പോയത് എന്നുള്ളത് നമുക്ക് ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ഇനി മുതൽ ഡിഗ്രി കോഴ്സുകൾക്ക് ഇനി +2 കഴിയുന്ന കുട്ടികൾക്ക് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി നടത്തുന്ന ഒരു കോമൺ എൻട്രൻസ് എക്സാമിനേഷൻ ആയിരിക്കും. അപ്പോൾ അത് ഒരു നാഷണലായിട്ടൊരു സ്റ്റാൻഡേർഡ് സെറ്റിങ്ങിന് സാധ്യതയുണ്ടെങ്കിൽ പോലും അതിനകത്തുള്ള ഒരു ബുദ്ധിമുട്ടെന്ന് പറയുന്നത് നാഷണൽ ലെവലിൽ നടക്കുന്ന ടെസ്റ്റ് ഒന്നുകിൽ ഹിന്ദിയിലായിരിക്കും അല്ലെങ്കിൽ ഇംഗ്ലീഷിലായിരിക്കും. അപ്പോൾ ഇംഗ്ലീഷിൽ പ്രൊഫഷ്യൻ്റ് അല്ലാത്ത നമ്മുടെ കുട്ടികളെ സംബന്ധിച്ച് അതൊരു വലിയ ചാലഞ്ചാകാൻ സാധ്യതയുണ്ട് എന്ന് ഞാൻ കരുതുന്നു. ഹയർ എഡ്യൂക്കേഷൻ രംഗത്ത് ഇൻ്റർനാഷണലൈസേഷന് വേണ്ടിയിട്ട് ഒരു പുതിയ പ്ലാൻ ഇതിനകത്ത് നിർദ്ദേശിക്കുന്നുണ്ട്. രാജ്യത്തെ ടോപ്പ് യൂണിവേഴ്സിറ്റീസിന് പുറത്തെ യൂണിവേഴ്സിറ്റികളിൽ ക്യാമ്പസ് തുടങ്ങാനുള്ള നിർദ്ദേശവും പുറത്തെ ഏറ്റവും ടോപ്പായിട്ടുള്ള 100 യൂണിവേഴ്സിറ്റീസിന് രാജ്യത്തിനകത്ത് ക്യാമ്പസ് തുടങ്ങാനുള്ള നിർദ്ദേശവും ഇതിൽ കാണുന്നുണ്ട്. അപ്പോൾ നേരത്തെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുട്ടികളെ സംബന്ധിച്ച് പുറത്തെ യൂണിവേഴ്സിറ്റികളിൽ പഠിക്കുക എന്നുള്ളത് ഒരു നടക്കാത്ത സ്വപ്നമായിരുന്നു. ഇനിയിപ്പോൾ ഇന്ത്യയിൽ ഫോറിൻ യൂണിവേഴ്സിറ്റീസിൻ്റെ ക്യാമ്പസ് തുടങ്ങിയാൽ കുറേ അധികം കുട്ടികൾക്ക് അതിൻ്റെ ബെനിഫിറ്റ് കിട്ടുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം. വൊക്കേഷണൽ എഡ്യൂക്കേഷന് ഈ പോളിസി ഒത്തിരിയധികം പ്രാധാന്യം കൊടുക്കുന്നു. വൊക്കേഷണൽ എഡ്യൂക്കേഷൻ മോശമായിട്ട് കാണുന്ന ഒരു രീതിയിൽ മാറ്റം വരണം എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇപ്പോൾ പോളിസിക്കകത്ത് സ്കൂൾ സ്റ്റേജ് മുതൽ മിഡിൽ സ്റ്റേജ് മുതൽ ഈവൻ ഹയർ എഡ്യൂക്കേഷനിലും വൊക്കേഷണലൈസേഷന്
ഒത്തിരിയധികം പ്രാധാന്യം നൽകിയിരിക്കുന്നത് വളരെ നല്ല നിർദ്ദേശമാണ്. കാരണം എല്ലാ കുട്ടികൾക്കും ഒരുപോലെ അക്കാഡമിക്കായിട്ട് പെർഫോം ചെയ്യാൻ സാധിച്ചു കൊള്ളണം എന്നില്ല. 4 ഇയർ ഇൻ്റഗ്രേറ്റഡ് BEd പ്രോഗ്രാം ആയിരിക്കും ഇനി മുതൽ 2030 മുതൽ ടീച്ചേഴ്സിൻ്റെ മിനിമം ക്വാളിഫിക്കേഷൻ എന്നാണ് പോളിസിയിൽ പറയുന്നത്. ഇപ്പോൾ അത് 2 ഇയർ പ്രോഗ്രാം ആയിരുന്നു, നേരത്തെ 1 ഇയർ പ്രോഗ്രാം ആയിരുന്നു. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു മാറ്റം എന്ന് ചോദിച്ചാൽ, പ്രൊഫഷണൽ കോഴ്സുകൾക്കൊക്കെ MBBS, എഞ്ചിനീയറിംഗ് പോലുള്ള പ്രൊഫഷണൽ കോഴ്സുകൾക്കൊക്കെ തന്നെ അവരുടെ കോഴ്സുകൾ 4 ഇയർ പ്രോഗ്രാംസാണ്. അതുകൊണ്ടായിരിക്കണം ടീച്ചർ എഡ്യൂക്കേഷനും BEdും ഒരു 4 ഇയർ പ്രോഗ്രാമായിട്ട് മാറ്റിയിരിക്കുന്നത്. പക്ഷേ ഇനി സ്റ്റാൻഡ് അലോൺ കോളേജസ് അതായത് BEd കോളേജസ് എന്ന് പറയുന്നത് എപ്പോഴും എഡ്യൂക്കേഷൻ റിലേറ്റഡ് BEd കോഴ്സുകൾ മാത്രം നടക്കുന്ന കോളേജസ് ആണ്. അപ്പോൾ അങ്ങനെയുള്ള കോളേജസിന് ഇനി നിലനിൽപ്പില്ല എന്നുള്ളത് കൊണ്ട് തന്നെ BEd പ്രോഗ്രാംസ് മാത്രം നടക്കുന്ന കോളേജസ് മിക്കവാറും പോളിസിയുടെ നിർദ്ദേശപ്രകാരം പോളിസി നിർദ്ദേശിക്കുന്നത് എല്ലാ മറ്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജസിന് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ്സ് തുടങ്ങാമെന്നാണ്. അപ്പോൾ ഇപ്പോൾ നിലവിലുള്ള കോളേജുകൾ എങ്ങനെയാണ് സംരക്ഷിക്കാൻ പോകുന്നതെന്നുള്ളതിനെപ്പറ്റി നമുക്ക് ഇതിനകത്ത് പോളിസിയിൽ നിർദ്ദേശങ്ങളൊന്നും തന്നെ ഇല്ല. ഒരുപക്ഷെ സെൽഫ് ഫിനാൻസിങ് കോഴ്സസോ ഒക്കെ തുടങ്ങി മറ്റ് ഡിസിപ്ലിൻസിലുള്ള സെൽഫ് ഫിനാൻസിങ് കോഴ്സസൊക്കെ തുടങ്ങിയിട്ട് BEd പ്രോഗ്രാം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമായിരിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. 3 ഇയർ ഡിഗ്രി കഴിഞ്ഞ കുട്ടികൾക്ക് 2 ഇയർ BEd പ്രോഗ്രാമും 4 ഇയർ ഡിഗ്രി കഴിഞ്ഞ കുട്ടികൾക്ക് 1 ഇയർ ഡിഗ്രി പ്രോഗ്രാമും പോളിസി നിർദ്ദേശിക്കുന്നു. പക്ഷേ ഒരു പ്രൊഫഷണലായിട്ട് ഇങ്ങനെ 3 തരത്തിലുള്ള ക്വാളിഫിക്കേഷൻ വരുമ്പോൾ അങ്ങനെയുള്ള ഉദ്യോഗാർത്ഥികളെ പരിഗണിക്കുമ്പോൾ എങ്ങനെയാവും ഇതിലൊരു ഇക്വാളിറ്റി എങ്ങനെയാണ് ഉദ്ദേശിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല. നമ്മുടേതെല്ലാം നല്ലതാണ്, മഹത്തരമാണ് എന്നുള്ള ഒരു ആശയം അത്ര നല്ലതല്ല. നല്ലതെല്ലാം എവിടൊക്കെയുണ്ടോ അതെല്ലാം നമ്മൾ സ്വാംശീകരിക്കണം, അതെല്ലാം നമ്മൾ സ്വീകരിക്കണം എന്നുള്ള ആശയമാണ് നമ്മളിൽ ഉണ്ടാകേണ്ടതെന്ന് ഞാൻ കരുതുന്നു. ആയുർവേദം, ഹോമിയോ പോലുള്ള കോഴ്സുകൾക്ക് മോഡേൺ മെഡിസിൻ ഒരു നിർബന്ധിതമായിട്ട് പഠിപ്പിക്കണമെന്നും മോഡേൺ മെഡിസിനോടൊപ്പം ആയുർവേദം, ഹോമിയോ, യുനാനി, സിദ്ധ പോലുള്ള ശാസ്ത്രീയ അടിത്തറയില്ലാത്ത കോഴ്സുകൾ പഠിപ്പിക്കണമെന്നുമുള്ള ഒരു നിർദ്ദേശം പോളിസി മുന്നോട്ട് വെക്കുന്നു. അങ്ങനെയുള്ള ഒരു ആശയം ഇതുപോലുള്ള ഒരു പോളിസിയിൽ എത്രത്തോളം സ്വീകാര്യമാണ് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ശ്രദ്ധിക്കപ്പെട്ട ഒരു കാര്യം നാഷണൽ മിഷൻ ഫോർ മെൻറ്ററിംഗ് ആണ്. അതായത് റിട്ടയർ ചെയ്ത സീനിയർ ഫാക്കൽറ്റി ലോക്കൽ ആയിട്ട് ഉള്ള കമ്മ്യൂണിറ്റിയിലോ അവൈലബിൾ ആണെങ്കിൽ അവരുടെ സേവനം ടീച്ചേഴ്സിൻ്റെ പ്രൊഫഷണൽ ഡെവലപ്മെൻറ്റിന് വേണ്ടി ഉപയോഗിക്കാൻ സാധിക്കുമെങ്കിൽ, പ്രത്യേകിച്ചും ലോക്കൽ ലാംഗ്വേജസിൽ ഉപയോഗിക്കാൻ സാധിക്കുമെങ്കിൽ, അവരുടെ സേവനം യൂട്ടിലൈസ് ചെയ്യാൻ സാധിക്കുമെങ്കിൽ ചെയ്യണം എന്നുള്ള ഒരു നിർദ്ദേശം പോളിസി മുന്നോട്ട് വയ്ക്കുന്നു. വളരെ നല്ല ഒരു നിർദ്ദേശമാണ്. റിസർച്ചിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഈ പോളിസി നൽകുന്നുണ്ട്. ഇപ്പോഴത്തെ രീതിയിൽ 0.69% ഓഫ് GDP മാത്രമാണ് റിസർച്ചിന് വേണ്ടി ഇന്ത്യ സ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 1 മില്യൺ പോപ്പുലേഷനിൽ 17 പേറ്റൻറ്റ് ഫയലിംഗ് മാത്രമാണ് ഇന്ത്യയിൽ നടക്കുന്നത്. ഇനി ഇന്ത്യയിലെ സയൻറ്റിഫിക് റിസർച്ചേഴ്സിൻ്റെ നമ്പർ നോക്കിയാൽ 10,000 പീപ്പിളിൽ we have just got 4 scientific researchers, which is very low in number. വേൾഡിലെ ടോപ്പ് റിസർച്ചിൻ്റെ ജസ്റ്റ് 1% മാത്രമാണ് ഇന്ത്യ കോൺട്രിബ്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ഒരു സത്യം മാത്രമാണ്. അപ്പോൾ നമുക്ക് റിസർച്ചിന് ഫണ്ട് മാത്രം കൊടുക്കുന്നതിൽ കാര്യമില്ല. ഒരു സ്റ്റാൻഡേർഡ് സെറ്റിംഗ് റിസർച്ചിൻ്റെ കേസിൽ അത്യാവശ്യമാണ് എന്ന് ഞാൻ കരുതുന്നു. അതായത് ഒന്നാമത്തെ കാര്യം, ഒരു കറക്റ്റായിട്ടുള്ള ഒരു ഔട്ട്പുട്ട് വരുന്ന രീതിയിലുള്ള റിസർച്ച് മാത്രം എൻകറേജ് ചെയ്യുകയും ആ തീസിസുകളിൽ അടങ്ങിയിരിക്കുന്ന കണ്ടെത്തലുകൾ സമൂഹത്തിന് തീസിസുകളിൽ അടങ്ങിയിരിക്കുന്ന കണ്ടെത്തലുകൾ സമൂഹത്തിന് ഉപയോഗപ്രദമായ രീതിയിൽ അപ്ലൈ ചെയ്യാനുള്ള എന്തെങ്കിലും സംവിധാനങ്ങൾ നമ്മൾ ഒരുക്കുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. എഡ്യൂക്കേഷൻ ഈസ് ദി മോസ്റ്റ് പവർഫുൾ വെപ്പൺ വി ക്യാൻ യൂസ് ടു ചേഞ്ച് ദി വേൾഡ് എന്നാണ് നെൽസൺ മണ്ടേല പറഞ്ഞിരിക്കുന്നത്. കോത്താരി എഡ്യൂക്കേഷൻ കമ്മീഷൻ്റെ ആദ്യത്തെ തുടങ്ങുന്ന സെൻറ്റൻസ് ദി ഡെസ്റ്റിനി ഓഫ് ഇന്ത്യ ഈസ് ബീയിങ് ഷേപ്ഡ് ഇൻ ഹർ ക്ലാസ് റൂംസ് എന്നാണ്. അപ്പോൾ എഡ്യൂക്കേഷൻ്റെ പ്രാധാന്യം എത്രത്തോളമാണെന്ന്
നമുക്ക് നന്നായിട്ടറിയാം. ഇതുപോലൊരു വിദ്യാഭ്യാസ പോളിസി നാം ഏവരും ആഗ്രഹിച്ചിരുന്ന ഒന്നാണ്. ഇതിലെ ആശയങ്ങൾക്ക് സമൂഹത്തിൽ ഒത്തിരിയധികം മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കുമെന്നും നമുക്കറിയാം. ഒന്നാമത്തെ വിഭാഗത്തിലുള്ളത് പോസിറ്റീവായ മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിയുന്ന നിർദ്ദേശങ്ങൾ. രണ്ടാമത്തെ വിഭാഗത്തിൽ വരുന്നത് പ്രാബല്യത്തിൽ വരുത്തുമ്പോൾ പ്രായോഗികമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാൻ സാധ്യതയുള്ള കുറേ നിർദ്ദേശങ്ങൾ. മൂന്നാമത്തെ വിഭാഗത്തിൽ വരുന്നത് യാതൊരു രീതിയിലും സ്വീകാര്യമല്ലാത്ത കുറേ നിർദ്ദേശങ്ങൾ. അപ്പോൾ 2ഉം 3ഉം വിഭാഗത്തിൽ വരുന്ന നിർദ്ദേശങ്ങൾക്ക് പബ്ലിക്കായിട്ടുള്ള സംവാദങ്ങളും ഡിസ്കഷൻസും ഒക്കെ നടന്ന് അതിൽ ഒരു സമവായം കൊണ്ടുവരാൻ അധികാരികൾക്ക് കഴിയുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം. നന്ദി, നമസ്കാരം.